KSEB ഇന്നലെ പ്രഖ്യാപിച്ച വൈദ്യുതി നിയന്ത്രണം ലോഡ് ഷെഡിംഗിനാണെന്ന തരത്തിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗം കൂടിയതിനാൽ നിയന്ത്രണം നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സർക്കാർ പറയുന്നത്. സത്യത്തിൽ എന്താണ് ലോഡ് ഷെഡിംഗ്? നിലവിൽ KSEB നടപ്പാക്കിയത് ലോഡ് ഷെഡിംഗ് ആണോ? റിപ്പോർട്ടിലേക്ക്. വൈദ്യുതി പ്രതിസന്ധി മൂലം സംസ്ഥാനത്താകെ നിശ്ചിത സമയം വൈദ്യുതി വിച്ഛേദിക്കുന്നതിനെയാണ് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത്. നിലവിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ ആവശ്യമായി വരികയും സംസ്ഥാനത്ത് ഉൽപ്പാദനം മൂലമോ പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയോ തികയാത്ത സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. പീക്ക് സമയമെന്ന് വിശേഷിപ്പിക്കുന്ന വൈകിട്ട് 6-നും രാത്രി 11-നും ഇടയ്ക്കാണ് വൈദ്യുതി നിയന്ത്രിക്കുക. എന്നാൽ നിലവിൽ KSEB നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ ലോഡ് ഷെഡിംഗ് എന്ന് പറയാനാകില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. വൈദ്യുതി ഉപയോഗവും ആവശ്യകതയും സർവകാല റെക്കോർഡിലെത്തിയ സാഹചര്യത്തിലാണ് നിലവിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത്. 112 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് തിങ്കളാഴ്ച മാത്രം ഉപയോഗിച്ചത്. വൈദ്യുതിയുടെ ആവശ്യകത 6000 മെഗാവാട്ടിന് മുകളിലുമെത്തി. ഉപയോഗം കൂടിയെങ്കിലും വൈദ്യുതിയുടെ കുറവ് മൂലമല്ല നിലവിൽ നിയന്ത്രണം നടപ്പാക്കുന്നത്. അത് വൈദ്യുതി പ്രസരണ ശൃംഖലയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ്. നിലവിൽ സംസ്ഥാനത്തുള്ള വൈദ്യുതി ലൈനുകൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഉപയോഗം. ഉപയോഗം വലിയ രീതിയിൽ കൂടുമ്പോൾ കുറഞ്ഞ സമയം ലൈനുകൾ ഓഫ് ചെയ്തിടണം. ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമറുകൾക്ക് തകരാർ സംഭവിക്കും. ഇങ്ങനെ വൈദ്യുതിയുടെ അമിത ഉപയോഗം താങ്ങാനാവാതെ 2 മാസത്തിനിടെ 222 ട്രാൻസ്ഫോമറുകളാണ് കത്തിപ്പോയത്. മാർച്ചിൽ 93-ഉം ഈ മാസം 25 വരെ 129 എണ്ണവും കത്തിപ്പോയി. ഇതോടെയാണ് നിയന്ത്രണം നടപ്പിലാക്കാൻ KSEB നിർബന്ധിതരായത്. ലോഡ് ഷെഡിംഗ് നടപ്പാക്കണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അനുമതി വേണം. ഇക്കാര്യങ്ങളിലേക്ക് കമ്മീഷനോ സർക്കാരോ കടന്നിട്ടുമില്ല. മാത്രമല്ല വൈദ്യുതി നിയന്ത്രണം എല്ലായിടത്തും നടപ്പാക്കുന്നുമില്ല. പകരം വൈദ്യുതി ഉപയോഗം കൂടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് നിയന്ത്രണമുള്ളത്. ഈ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന ലോഡ് ഷെഡിംഗ് ഇപ്പോഴുള്ള തമ്മിൽ വ്യത്യാസം എന്താണ്? നിയന്ത്രണം നമ്മുടെ ഗ്രിഡ് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണോ? ഗ്രിഡ് സംരക്ഷണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമാണുള്ളത്. നമുക്ക് എല്ലായിടത്തും ഒരേപോലെ നടപ്പാക്കുന്നുണ്ടോ അതോ? ഇല്ല, ഓവർലോഡ് കൂടുന്നവിടെയല്ലേ നടപ്പാക്കാൻ പറ്റുള്ളൂ. സംസ്ഥാനത്ത് മൊത്തമായിട്ട് നിലവിൽ ഈ നിയന്ത്രണം ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലോ സംസ്ഥാനത്ത്. ലോഡ് ഷെഡിംഗ് ഇല്ല, പക്ഷേ നിയന്ത്രണം ഉണ്ടാവും. ചൂട് വൻതോതിൽ കൂടിയതോടെ AC ഉപയോഗത്തിലുണ്ടായ വർധന, ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം, ഇലക്ട്രിക് സ്കൂട്ടറുകൾ രാത്രി ചാർജ് ചെയ്യുന്നത്, അയൺ ബോക്സ് അടക്കങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയാണ് വൈദ്യുതി ഉപയോഗം വൻതോതിൽ വർദ്ധിക്കാൻ കാരണം. വേനൽ മഴയിലെ കുറവും ഇറാൻ യുദ്ധം മൂലം രാജ്യത്ത് വൈദ്യുതി വിതരണത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണവും നിലവിലെ പ്രതിസന്ധിക്ക് കാരണമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.